ദില്ലിയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ ചർച്ചാ വിഷയം കൂടിയാണ് ദില്ലിയിൽ. അപ്പോൾ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളുമായി നമ്മളോടൊപ്പം ചേരുന്നത് സ്വാതിയാണ്. ദില്ലിയിൽ നിന്ന് സ്വാതി ഇന്ന് ടെലിഫോണിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്, തത്സമയമല്ല. സ്വാതി, എന്തുപറ്റി ഇന്ന് ടെലിഫോണിൽ തത്സമയം എത്താൻ കഴിഞ്ഞില്ലേ? മനു മെട്രോയിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി, തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ വൈകും, അത് സ്വാഭാവികമാണ്. അതൊന്നും സാരമില്ല സ്വാതി, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, ഒരു വിശേഷമായി ചോദിച്ചതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എങ്ങനെ പോകുന്നു? എങ്ങനെയുണ്ട് ദില്ലി? ഉഷാറാണോ? തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉഷാറായി തന്നെ പുരോഗമിക്കുകയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിയും BJPയും നിന്നുള്ള കനത്ത പോരാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു രാഷ്ട്രീയ പോരിലേക്ക് ഈ പ്രചാരണം നീങ്ങുന്ന കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കെജ്രിവാളിനെതിരെ വലിയ ആരോപണങ്ങളാണ് BJP മുന്നോട്ട് വെക്കുന്നത്. കെജ്രിവാൾ കഴിഞ്ഞൊരു പ്രചാരണ റാലിക്കിടെ ഒരു പരാമർശം നടത്തിയിരുന്നു, രാവണ പരാമർശം. ആ പരാമർശത്തെ തുടങ്ങി ഒരു വർഗീയ പ്രചരണത്തിലേക്കാണ് ഇപ്പോൾ BJP നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഈ ആം ആദ്മി പ്രവർത്തകരെയും അതോടൊപ്പം വോട്ടർമാരെയും ഭീഷണിപ്പെടുത്തുകയാണ് BJP എന്ന ആരോപണവുമായി ഇപ്പോൾ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിഷി അടക്കം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതിഷിക്കെതിരെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി, അതായത് കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം അവരുടെ ബന്ധുക്കളും ഈ വിഷയത്തിൽ വോട്ടർമാരെയും ആം ആദ്മി പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതേസമയം ഈ പ്രചരണ രംഗത്ത് വലിയ വാക്പോരുകൾ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും BJPയും ഉയർത്തുന്നത്. അതിനിടെ കോൺഗ്രസും പ്രചാരണ രംഗം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി രാജ്യതലസ്ഥാനത്ത് പ്രചാരണ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ന് ശേഷമായിരിക്കും പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യുക. അതേസമയം ഇന്ന് ഈ BJPയിലെ മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി സംവദിക്കും. ഈ തെരഞ്ഞെടുപ്പ് റാലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പ് നടക്കുന്ന ദില്ലിയിൽ പ്രചരണങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ദേശീയ നേതാക്കൾ എല്ലാവർക്കും വേണ്ടി, ഓരോ പാർട്ടിക്കും വേണ്ടി ദേശീയ നേതാക്കളാണ് പ്രചരണ രംഗത്ത് സജീവമാവാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ചൂടുപിടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗം എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് മനു. ശരി, ഏതായാലും ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ചൂടുപിടിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കൗതുകത്തോടെ കാത്തിരിക്കാം. കാരണം ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തുമോ തുടർച്ചയായ 3-ാം വട്ടം? ഒപ്പം തന്നെ BJPക്ക് തിരിച്ചു വരാൻ കഴിയുമോ? കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു തരി സാധ്യതയെങ്കിലും ബാക്കിയാകുന്നുണ്ടോ എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ ആം ആദ്മിയും കോൺഗ്രസും ചേരിതിരിഞ്ഞ് മത്സരിക്കുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ച് ഏതുവഴി പോകും എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതൊക്കെ കാത്തിരിക്കണം.